ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു മട്ടൻ കറി വയ്ക്കാം. ഇതാ കുറച്ച് മട്ടനുണ്ട്, പിന്നെ ഇതാ ഒരു 1/2 കിലോ ഉരുളൻകിഴങ്ങ്. അത് തൊലിയൊന്നും ചെത്തിയിട്ടില്ല, അങ്ങനെ മുറിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ നോക്കാം. സബോള, തക്കാളി, പച്ചമുളക്, ചെറിയുള്ളി, മല്ലിത്തല, കറിവേപ്പില. പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ തേങ്ങ, പിന്നെ ഉപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ചട്ടി വെച്ചു, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും സബോളയൊക്കെ ഇതാ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, ഇത് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്തിരി അധികം ഇടാം. മട്ടനൊക്കെ ഇത്തിരി അധികം കുരുമുളക് വേണം. ഇനി മസാല, ഗരം മസാല, അത് നമ്മൾ പൊടിച്ചതാണ്. നമ്മുടെ മസാല കഴിയാറായിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ പൊടിക്കും. മസാല ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതാ നന്നായി മൂത്തു. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രേവി ഒന്ന് ഇതാക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
1/2 കിലോ ഉരുളക്കിഴങ്ങാണ്. തൊലിയൊന്നും ചെത്തിയിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി ഇതിൽ വേവട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് റെഡിയാക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, കുറച്ച് മല്ലിയില. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. നന്നായി വേവാൻ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കത് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ മട്ടനും ഉരുളക്കിഴങ്ങും ഒക്കെ ഇതാ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി താളിക്കാം. അപ്പോൾ നമ്മുടെ കറി നമുക്കിനി ഇറക്കിയിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം. പാകമായിട്ടുണ്ട്. ചട്ടി വയ്ക്കുക. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എണ്ണ ചൂടായി. 2 മണി ഉലുവ, 2 മണി പെരുംജീരകം, പിന്നെ ചെറിയുള്ളി, കറിവേപ്പില. ഇത് നമുക്കത് താളിച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ഉള്ളി മൂത്തുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിത്തലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്തിരി 2 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ മട്ടനും ഉരുളൻകിഴങ്ങും റെഡി ആയിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.